നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ പ്രത്യേകിച്ച് CPM-കാരെ എതിർക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ വെല്ലുവിളിയുടെയും ഭീഷണിയുടെയും സ്വരമാണ്. അത് സാധാരണക്കാരനെന്നില്ല, പോലീസ് ഉദ്യോഗസ്ഥരെന്നില്ല, നിയമവ്യവസ്ഥയെന്നില്ല, ഭരണാധികാരികളെന്നില്ല, ആരെയും അവർ ഭീഷണി കൊണ്ട് പരിധിയിലാക്കാമെന്നുള്ളൊരു ചിന്തയോടുകൂടി ജീവിക്കുന്നവരാണ് ഈ അന്തം കമ്മികൾ. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. തിരുവനന്തപുരത്തെ വാടക വീട്ടിലും ധർമ്മടത്തും അതുപോലെ പിണറായി വിജയൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടത്തി. ഇതൊക്കെ അന്തകമ്മികൾ വളരെ രോഷത്തോടു കൂടിയാണ് ഇതൊക്കെ കണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അന്തം കമ്മികൾ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിനു ശേഷമാണ് ED റെയ്ഡ് നടന്നത് എന്നാണ് ഈ വിവരദോഷികളുടെ കണ്ടെത്തൽ. അത് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത്, അതായത് ഇതിന് സ്റ്റേ നൽകിയതും സ്റ്റേ വെക്കേറ്റ് നൽകിയതും ഹൈക്കോടതിയാണെന്നുള്ള കാര്യം ഈ മണ്ടന്മാർക്ക് അറിയാത്തത് കൊണ്ടാണോ ഇനി അറിഞ്ഞിട്ടില്ല എന്ന് ഭാവിക്കുന്നതാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും അവരുടെ വാദമൊക്കെ അങ്ങനെയാണ്. ഈ VD സതീശനാണ് ഇന്നത്തെ ഈ ഒരു റെയ്ഡിന് കാരണക്കാരനായി പറയുന്നത്. ഈ റെയ്ഡ് തുടങ്ങിയതോടെ കേരളത്തിലെ ജനങ്ങളെല്ലാം വലിയ ഉത്സാഹത്തിലായിരുന്നെങ്കിലും ഈ റിയാസും മുഹമ്മദ് റിയാസും MA ബേബിയും P ജയരാജനും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്. AR റഹീം ഉൾപ്പെടെയുള്ള നേതാക്കൾ ED-യെയും സംവിധാനത്തെയും ഒക്കെ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ വെല്ലുവിളിക്കുകയാണ്. പിണറായി വിജയൻ ഇതൊന്നും ചെയ്തിട്ടില്ല, പിണറായി വിജയനെ പൂട്ടിക്കൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല, CPM-നെ ഭയമില്ല, CPM-നെ ഭയപ്പെടുത്താൻ നോക്കണ്ട, അങ്ങനെയുള്ള ഊച്ചാളി വാചകങ്ങളാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടും കണ്ണൂരും തിരുവനന്തപുരത്തുമൊക്കെ ഈ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം തടയുന്ന ഒരവസ്ഥയുണ്ടായി, അന്തം കമ്മികളൊക്കെ തടയുന്ന ഒരവസ്ഥയുണ്ടായി. ഇപ്പോഴും ഇവർക്ക് നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ്. കയ്യൂക്ക് കൊണ്ട് കാര്യം കാണാം. കാരണം ആൾക്കാരെ വിരട്ടി കാര്യം നേടുന്ന ഒരു ശൈലിയാണ് അവർക്ക് എപ്പോഴും ഉള്ളത്. പ്രതിഷേധം നടത്തുക, സമരങ്ങൾ നടത്തുക, ആക്രമിക്കുക, ഭീഷണിപ്പെടുത്തുക, കുത്തിക്കൊല്ലുക, വെട്ടിക്കൊല്ലുക, സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുക, ഇതൊക്കെയാണ് അവരുടെ ശൈലി. ആ ഒരു ശൈലി തന്നെയാണ് ഇവരിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED ഉദ്യോഗസ്ഥർക്ക് നേരെയും എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇത് വിലപ്പോകില്ല. ഈ പിണറായി വിജയൻ ഒരിക്കലും തെറ്റ് ചെയ്തില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു BJP നേതാവിൻ്റെയോ കോൺഗ്രസ് നേതാവിൻ്റെയോ ലീഗ് നേതാവിൻ്റെയോ വീട്ടിലാണ് ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു? അണികളൊക്കെ ഒരുപക്ഷെ അവിടെ തടിച്ചുകൂടിയേനെ. അവരൊരിക്കലും ഒരു അക്രമത്തിൻ്റെ പാത സ്വീകരിക്കുമായിരുന്നില്ല. അവരൊരിക്കലും ഈ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയോ പുലഭ്യം പറയുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. വാഹനങ്ങൾ തകർക്കുമായിരുന്നില്ല. അത് എപ്പോഴും CPM-ൻ്റെ ഒരു ശൈലിയാണ്. അതവർക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തലയ്ക്ക് അല്പമെങ്കിലും വെളിവുള്ള ഒരാളും ഈ ഒരു ആക്രമണത്തിന് മുതിരില്ല. കാരണം ED അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ നിന്ന് അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ അവർ അതിൻ്റേതായ രീതിയിൽ മടങ്ങിപ്പോകും. കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റേതായ നടപടികൾ സ്വീകരിക്കും. പക്ഷേ ഇവിടെ അതല്ല, പിണറായി വിജയൻ ചെയ്തിട്ടില്ല. എന്താണ് കമ്മ്യൂണിസം? ഇംഗുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ. കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങളും ആ നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ കമ്മ്യൂണിസം പടിയിറങ്ങിപ്പോയതിന് ശേഷമുണ്ടായ വികസനങ്ങളും എന്താണ്? ഇംഗുലാ ചിന്താവ, പിണറായി വിജയൻ ചിന്താവ. ഇതാണ് ഈ മരക്കഴുതകളുടെ ഒരു ചിന്താഗതി. പിണറായി വിജയൻ ഇതാണ് യുവന്മാരുടെ ഒരു ചിന്താഗതി. ഇത്രയും ഈ പാർട്ടിയെ അധപ്പതിപ്പിച്ചു, ഈ പാർട്ടിയെ തകർത്തു തരിപ്പണമാക്കി. എന്നിട്ട് പോലും ഇവൻ്റെയൊന്നും തലയ്ക്ക് വെളിവ് വീണിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവറ്റകൾ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരാണ്. നമ്മൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇവർ എത്രമാത്രം അപകടകാരികളാണ്. നമ്മളൊക്കെ എത്ര സൂക്ഷിച്ചാണ് ജീവിക്കേണ്ടത്? എന്തുകൊണ്ടാണ് ഇത്രയധികം രൂക്ഷമായ ഭാഷയിൽ ഇവനെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത്? P ജയരാജനും മുഹമ്മദ് റിയാസും ഒക്കെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഗുണം ഇവറ്റകൾ, ഞാൻ ഈ പറഞ്ഞ നേതാക്കളൊക്കെ സമൂഹത്തിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ ചെയ്തത് ദ്രോഹങ്ങൾ മാത്രമാണ്. എത്രയോ തൊഴിലിടങ്ങളെ അവർ ചെങ്കോണകം കുത്തിപ്പൂട്ടിച്ചു. ഇളമരം കരീം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ഇളമരം കരീമൊക്കെ എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ പൂട്ടിച്ച ആളാണ്. അന്തം കമ്മികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിയമപരമായിട്ടുള്ള ഒരു റെയ്ഡാണ് നടന്നിട്ടുള്ളത്. അല്ലാതെ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റൊരാളോ അല്ല പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് കടന്നു കയറി ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയത്. നമ്മുടെ രാജ്യത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവരാണ് റെയ്ഡ് നടത്തിയത്. വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. ആദ്യം കേരള ഹൈക്കോടതിയെ സമീപിച്ചു, ഈ FIR റദ്ദാക്കണം, ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അത് തള്ളി. ഉടനെ മദ്രാസ് ഹൈക്കോടതിയിൽ ചെന്നു, അവിടെ തള്ളി. അങ്ങനെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ചെല്ലുന്നത്. ആ ഡൽഹി ഹൈക്കോടതിയും കേസ് 10-25 തവണ നീട്ടിവെച്ചു. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അയാളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനെ ആർക്കും വേണ്ട. ഒരു കീറക്കടലാസിൻ്റെ വില മാത്രമാണ് അയാൾക്കുള്ളത്. അതിൻ്റെ ഫലമാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടത്. കോടതി ഇന്നലെ ഉത്തരവിട്ടു. പക്ഷേ ഇത്ര പെട്ടെന്ന് ED-യുടെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമൊന്നും ഇവർ ഊഹിച്ചതുപോലുമില്ല. ഇവർക്ക് സ്വപ്നത്തിൽ പോലും കണ്ടില്ല. പക്ഷേ ED കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളോടെയാണ് റെയ്ഡിനെത്തിയത്. കാരണം വ്യാഴവും വെള്ളിയും അവധി ദിവസങ്ങളാണ്. ആ അവധി ദിവസങ്ങളിൽ കോടതി അവധിയാണ്. അപ്പോൾ ഇവർക്ക് സ്റ്റേ
വാങ്ങാനോ അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തടസ്സ ഹർജി ഉന്നയിക്കാനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളൊക്കെ കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് ഈ ED റെയ്ഡിനെത്തിയത്. MP ജയരാജനോ P ജയരാജനോ കടകംപള്ളി സുരേന്ദ്രനോ ഡബിൾ റഹീമോ ഒന്നും പറഞ്ഞതുകൊണ്ട് ഈ വിഷയം അവസാനിക്കാൻ പോകുന്നില്ല. ഇനി എത്രയൊക്കെ കുരച്ചാലും എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും എത്രയൊക്കെ വാഹനങ്ങൾ തല്ലി തകർത്താലും അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ്. പിണറായി വിജയനും മകളുമൊക്കെയാണ്. അവർ മാസപ്പടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സ്പഷ്ടമാണ്. ഇതെന്താ കള്ളത്തരത്തിലൂടെ കെട്ടിച്ചമച്ചതാണോ? ജനങ്ങളെന്താ പൊട്ടന്മാരാണോ? ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ എന്തായാലും വേണം. കാരണം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ നശിച്ച പ്രത്യയശാസ്ത്രം ഇവിടെ കുറച്ചുകൂടി നശിക്കാനുണ്ട്. ജനങ്ങൾ വെറുത്ത് അങ്ങേ അറ്റം എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടെ തടിച്ചുകൂടിയവരിൽ പലരും നേതാക്കൾക്ക് ഒരു വിഷമം ഉണ്ടാക്കണ്ട, ഞങ്ങളുടെ നേതാവിനൊരു വിഷയം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ചെന്നല്ലോ എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാനാണ് അവിടെ വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഇയാളെ ഒന്ന് തൂക്കിയെടുത്ത് അകത്തിടണേ എന്നുള്ളതായിരിക്കാം. എന്തായാലും ഈ വിരട്ടലും വിലവേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട. പിണറായി വിജയൻ പണ്ട് പറഞ്ഞ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകളൊക്കെ അയാൾക്ക് തന്നെ തിരിച്ചടികളാകുകയാണ്. ഇതിൻ്റെ പരിണിത ഫലം എന്തായാലും പിണറായി വിജയനും മകളും അനുഭവിക്കുക തന്നെ ചെയ്യും.